എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ രേണു സുധിക്കുള്ള നെഗറ്റീവ് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ രേണു സുധിയെ ഒരു സൈഡിൽ മാറ്റി നിർത്ത്. രേണു സുധിയിലോട്ട് വരാം. അതിനു മുന്നേ ഇന്നലെ ഞാൻ കിച്ചുവിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻ സ്ട്രീം അങ്ങനത്തെ ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഐശ്വര്യ എന്ന് പറയുന്ന ആങ്കറാണ് ആ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളത്. സത്യം പറയാല പിടിച്ച് കവാല നോക്കി ഒരെണ്ണം കൊടുക്കാനാണ് തോന്നിയിട്ടുള്ളത്. ഒരു പയ്യനെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കാൻ പാടുള്ള ചോദ്യങ്ങളാണ് അവള് ചോദിച്ചിട്ടുള്ളത്. ഇവക്കൊന്നും ഉളുപ്പില്ല ഇങ്ങനെ ഒന്നിനും ചെയ്യാൻ. ഒരു കൊച്ചു പയ്യനാണ് അവന്റെ അടുത്ത് വിളിച്ചിരുത്തി ചോദിക്കുകയാണ്, നിന്റെ അമ്മ എക്സ്പോസീവായിട്ട് നടക്കണതിൽ കുഴപ്പമുണ്ടോ, സ്കൂളിൽ ആരെങ്കിലും എന്തെങ്കിലും പറയും, മറ്റടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയും, എന്തെങ്കിലുമൊക്കെ കീരവിത്ത് എടുക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട് ഒരു പയ്യനെ വിളിച്ചിരുത്തിയാണ് ചോദിക്കുന്നത്. അതും ഒരു പഠിക്കുന്ന പയ്യൻ. ഇവളുടെയൊക്കെ ആ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ബോധമില്ലാത്തതാക്കടാ ഇന്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും വിവരം പൊക്കണമില്ലാത്ത പുതിയ ആങ്കർ എന്നാണ് തോന്നുന്നത്. ഞാൻ ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടില്ല. ഐശ്വര്യ എന്ന് എങ്ങാണ്ടാണ് പേര്. ഞാൻ ഇൻസ്റ്റാഗ്രാമൊന്നും തപ്പിപ്പോയിട്ട് കിട്ടിയില്ല. സത്യമുള്ള കാര്യം പറയല്ല, പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തപ്പി വന്നത്. പക്ഷെ കിട്ടിയില്ല. എവിടെയാണ് പോയി കിടക്കണമെന്ന് പറഞ്ഞുകൂടാ. ഇതുപോലത്തെയൊക്കെ ഓരോന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും രാവിലെ നാട്ടുകാരെ മെണ്ണക്കെടുത്താനായിട്ട്. ഇടയിൽ രേണു സുധിക്ക് നെഗറ്റീവാണ്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ പറക്കും, ഇല്ലെന്ന് പറയുന്നില്ല, റീച്ചാണ്. പ്രത്യേകിച്ച് രേണു സുധിയുടെ ഇന്റർവ്യൂ എടുക്കുന്നതിനേക്കാളും കിച്ചുവിന്റെ ഇന്റർവ്യൂ എടുത്താലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റീച്ച് ഉണ്ടാവുന്നത്. നല്ലതാ. പക്ഷെ വിളിച്ചിരുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുമാതിരി ഡാഡി ഇല്ലാത്ത പരിപാടി നിറഞ്ഞ ചോദ്യമായിരിക്കരുത് ചോദിക്കാൻ പാടുള്ളത്. ഇതൊക്കെ ഒരുമാതിരി മറ്റേടുത്ത പരിപാടിയല്ല ഐശ്വര്യ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണോ ഇന്റർവ്യൂ നടത്തേണ്ടത്? നിങ്ങളെപ്പോലെ സമൂഹത്ത് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാനോ അല്ലെങ്കിൽ പോട്ട് കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനത്തെ അപരാധങ്ങൾ കാണിക്കാതിരിക്കുക. ഒരു പയ്യനാണ് അവൻ. നാളെ അവൻ സ്കൂളിൽ പോകാനുള്ളതാണ്, മറ്റുള്ള പിള്ളേരോടെ നടക്കേണ്ടതാണ്, സ്കൂളിൽ ടീച്ചർമാർ കാണുന്നതാണ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട ഒരു പയ്യനാണ്. അവനെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. എന്തുവാടാ കിച്ചുവിന്റെ വായിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കി. പക്ഷെ അവന്റെ വായിന്ന് അധികം അങ്ങോട്ടൊന്നും വീണില്ല. എന്തെങ്കിലും വീണിരുന്നേ അതിൽ പിടിച്ച് കയറി പോയാനോ ഒരു പോക്ക്. കൊള്ളാം. ഇന്റർവ്യൂ ആയ ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇങ്ങനെ ബെസ്റ്റ് അവാർഡ് ഗോസ് ടു ഐശ്വര്യ. എന്തായാലും കുറച്ച് ഭാഗം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. കൂടുതലൊന്നും കാണാനും കേൾക്കാനും ഒന്നും ഇല്ലടേ. കണ്ടാലേ എനിക്ക് കലി വരും. ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ എടാ അങ്ങനെയാണല്ലോ, അവർക്കും അറിയാം കാര്യങ്ങളൊപ്പം അങ്ങനെയൊന്നും കമന്റ്സ് ഒന്നും ഫ്രണ്ട്സ് ആയാലും പറയാറുണ്ട്? അതെ കൂടുതലും എന്താ പറയാ എല്ലാരും പറയുന്നതെന്ന് വെച്ചാൽ കണ്ടോ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടത്തിന് നടക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. ആണോ? അങ്ങനത്തെ അഭിപ്രായം വരുന്നുണ്ടോ? പിന്നെ അഭിപ്രായം മാറ്റി എഴുതാൻ പോ ഐശ്വര്യ കൊച്ചേ. എന്തുവാ മോളെ നീ കാണിക്കുന്നത്? നിനക്ക് വിവരം ബോധമൊന്നുമില്ലേ? പ്രായമായില്ല. നിന്റെ വയസ്സെത്ര? അറിയാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെയാണോ ഇന്റർവ്യൂ എടുക്കേണ്ടത്? ആദ്യത്തെ ഇന്റർവ്യൂ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിന് മുന്നേ ഒന്നും. പക്ഷെ വന്നിരുന്ന് കാണിച്ചതെല്ലാം സൂപ്പർ. നല്ല അടിപൊളി ചോദ്യം. നീ പ്രിപ്പയർ ചെയ്ത് തന്നെ നല്ല അടിപൊളി ചെറുകെട്ട് ചോദ്യമായിരുന്നു. ഇനി ഞാൻ ഇതിന് താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഒന്ന് വായിക്കാം. ഒന്ന് ഇറങ്ങിപ്പോടി. ആ കൊച്ചിനോടാണോ നീ ഇതൊക്കെ ചോദിക്കുന്നത്? നിനക്ക് എന്തേലും ഞാൻ അറിയണമെങ്കിൽ നീ വേറെ ആരോടെങ്കിലും പോയി ചോദിക്ക്. നിന്റെ മനസ്സ് സമ്മതിക്കണം. സത്യം, നിന്റെ മനസ്സ് സമ്മതിക്കണം ഐശ്വര്യ. കാരണം ആ കുട്ടിയോടാണോ നീ ഇതൊക്കെ ചോദിക്കേണ്ടത്? ഞാനും നിങ്ങളും എല്ലാവരും രേണു ചെയ്യുന്ന കാര്യങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിമർശിക്കുന്നു. എനിക്കൊരു താല്പര്യമില്ല അവർ കാണിച്ചു കൂട്ടുന്നത്. കന്നന്തിരികളാണ്. നാളെ അവരനുഭവിക്കാൻ പോകുന്ന സാധനം അവർ ഇന്ന് ചിന്തിക്കുന്നില്ല. ഇന്ന് നെഗറ്റീവ് പബ്ലിസിറ്റിക്കും നെഗറ്റീവ് റീച്ചിനും വേണ്ടിയിട്ട് അവർ കിടന്ന് പെടാപ്പാട് വിട്ട് ഓടുന്നത് നാളെ അവരുടെ ലൈഫിൽ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇന്ന് കൂടെ നിൽക്കുന്ന ആരും കാണത്തില്ല, ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അവരെ യൂസ് ചെയ്യാണ് കൂടെ നടന്ന് കുറെ എണ്ണം. അവരെ വെച്ച് അവന്മാര് റീച്ച് ഉണ്ടാക്കി നാട്ടുകാരെ ഇടയിൽ കൂടി കയറി അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ഇവര് മനസ്സിലാക്കുന്നില്ല ജനങ്ങൾ ഇവരെ വെറുത്ത് പണ്ടാരടങ്ങയാണെന്ന്. അതവര് മനസ്സിലാക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഓക്കെ. രേണുവിനെ വിമർശിക്കുക, രേണുവിന്റെ അടുത്ത് സംസാരിക്കുക, എന്തോ വായിക്കണ്ടുപോട്ടെ. ആ കൊച്ചിനെ വിളിച്ചിരുത്തുക സംസാരിക്കുന്ന ഇങ്ങനത്തെ പരിപാടി. ഇത് പെയ്ഡാണ്, പൈസ കൊടുത്തതാണ് ഇന്റർവ്യൂവിന്. അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും വന്ന് ഇരുന്നത്. എന്നാലും ഇത് ഭയങ്കര മോശമായി പോയി. നാട്ടുകാർ കാണുന്നതാണ്. 5 ലക്ഷത്തിന് പുറത്ത് ആൾക്കാർ ആ ഇന്റർവ്യൂ റീസെന്റ് കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാ നല്ല ഒന്നാം തരം മറ്റേ എടുത്ത ചോദ്യമായിപ്പോയി. അത്രയ്ക്ക് മോശം. ഒരു പയ്യനെ വിളിച്ചിരുത്തി ചോദിക്കാൻ പാടില്ല ഇങ്ങനെ. ഒരു പയ്യനെന്നല്ല, ഒരു കുട്ടിയെ വിളിച്ചിരുത്തി ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. നിങ്ങളുടെയൊക്കെ മക്കളാണെങ്കിൽ ഇതുപോലെ ആരെങ്കിലും കൊണ്ടിരുത്തി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ? ഇത് രേണു ആയാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രേണുവിന്റെ അറിവോടെ ആയിരിക്കണമല്ലോ കിച്ചു ഇന്റർവ്യൂവിന് പോയിട്ടുള്ള. എന്റെ പൊന്നു രേണു ഇങ്ങനെയൊന്നും കാണിക്കരുത്. രേണു ഇങ്ങനെയൊന്നും വിടരുത്. ഇതൊക്കെ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിൽ ജീവിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ബോധമില്ലാതെ ആൾക്കാർ മാറുന്നത് എന്തുകൊണ്ടെന്ന്. ഭയങ്കര മോശമാണ്. ഇതിപ്പോ ഞാൻ ഒരു വോയിസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് എല്ലാം മൊത്തം എൻ്റെ ഇന്റർവ്യൂ ഇങ്ങനെ തന്നെയാണ്. ഓരോന്ന് കുത്തി ചോദിക്കുന്നു ആങ്കർ. കിച്ചുവിന്റെ വായിന്നൊന്നും വീഴുന്നില്ല. വീഴാൻ വേണ്ടി പലതും ശ്രമിച്ചിട്ടുണ്ട്. പൈസ കൊടുക്കുമായിരിക്കും. ഇന്റർവ്യൂവിന് വന്നതുകൊണ്ട് പൈസ കൊടുക്കും. ചിലപ്പോൾ 4,000, 6,000, മാക്സിമം 10,000 രൂപകളും ചിലപ്പോൾ കൊടുത്തതാണ്. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കൊച്ചിനെ ഇരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്. വളരെ വളരെ ഐശ്വര്യ, നിനക്ക് എങ്ങനെ തോന്നി ഇത്? പക്ഷെ നീ ഒന്നും സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ലേ? പഠിക്കാൻ പോയിട്ടില്ല ഇവിടെ. ഇത് വളരെ കഷ്ടം. ഫീൽ സോ സോറി ഫോർ ദിസ് യങ് മാൻ. ദിസ് വീഡിയോ ഇസ് ഡൺ ഓൺ പർപ്പസ് ടു ഡിഗ് അബൌട്ട് ഹിസ് മദർ ആൻഡ് ടു ഹിയർ ഹിം ബാഡ് മൗത്ത് അബൌട്ട് ഹിസ് മദർ. ഇവന്റെ അമ്മയെ കുറിച്ചിട്ട് ഇവൻ മോശമായിട്ട് ഇവന്റെ വായിന്ന് എന്തെങ്കിലും വീഴാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ആങ്കർ പരിശ്രമിച്ചിട്ടുള്ളത്. അവന്റെ വായിന്നൊന്നും വീഴുന്നില്ല. God bless this young man. Never ever do this to anyone. You are shaming him, his mother and the entire family power. എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. അവന്റെ വായിന്ന് എന്തെങ്കിലും കിട്ടാൻ നോക്കി, പക്ഷെ അവന്റെ വായിന്നൊന്നും കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ അത് പിടിച്ചങ്ങ് കയറിയാൻ. ആ കുഞ്ഞിന് നല്ല വിഷമമുണ്ട്. ആ അച്ഛൻ പോയതിന്റെ ആ കുഞ്ഞ് ഒറ്റപ്പെട്ടു പോയി. സീരിയസ്ലി അതുള്ള കാര്യമായിരിക്കും. ഇപ്പൊ രേണു പറയുന്നുണ്ട് എന്റെ മക്കൾക്ക് കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്, പിന്നെ ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടെന്നുള്ള രീതിയിൽ രേണു പറയുന്നുണ്ട്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വെള്ളമടിച്ച് കോൺ തെറ്റി കിടന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് കിട്ടുന്ന പേര് ആ കുടിയൻ തന്തയുടെ മകനെന്നായിരിക്കും. ആ ഒരു സാധനം കിട്ടും. അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഞാൻ ഉദ്ദേശിച്ച ഏത് അർത്ഥത്തിലാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാലും എന്ത് കോപ്രായം കാണിച്ചു കഴിഞ്ഞാലും നാളെ ബാധിക്കുന്ന നമ്മുടെ മക്കളുടെ ഭാവിയെ തന്നെയാണ്. നമുക്കിനി വലിയ കാലമൊന്നുമില്ല, നമ്മളെ പ്രായമായി നമ്മുടെ ജീവിതമൊക്കെ ആ ഒരു സെറ്റപ്പിൽ അങ്ങ് പോകുന്നു. പക്ഷെ നാളെ വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ ഭാവി ഉറപ്പായിട്ട് അത് ബാധിച്ചിരിക്കും. അത് രേണുവിന് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. നെഗറ്റീവ് റീച്ച് വാ ഞാൻ നെഗറ്റീവ് സൈക്കോ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സംസാരിക്കുന്ന കാണുമ്പോൾ രേണുവിന്റെ അടുത്ത് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഞാൻ രേണുവിന് ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഈ പയ്യനെ വിളിച്ച് നടത്തിയ ഇന്റർവ്യൂ അത് സഹിക്കാൻ പറ്റത്തില്ല. ഒന്ന് നിർത്തടി നിന്റെ ചോദ്യങ്ങൾ. ഇവളുടെ പെയിന്റ് അടിച്ച മുഖത്തിനിട്ട് ഒരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ നല്ല അടിപൊളി സൂപ്പറായിട്ട് നിങ്ങൾ ആശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ അത് സീരിയസ്ലി കറക്റ്റാണ്. കിച്ചുവിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ്. കുട്ടി എന്തിനാണ് കുത്തി മുറിവേൽപ്പിക്കുന്നത്? എന്തിനാ ഈ കുട്ടിയെ ഇതിലേക്ക് വലിച്ചിടുന്നത്? അത് തന്നെയാണ് ഞാനും പറയുന്നത്. എന്തിനാണ് ആ പയ്യനെ ഇതിലൊക്കെ വലിച്ചിടുന്നത്? അവര് ജീവിക്കട്ടെ. രേണു കാണിച്ചു കൂട്ടുന്നതിന് രേണു നാളെ മനസ്സിലാക്കും. രേണുവിനെ എല്ലാവരും വെച്ച് ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ നെഗറ്റീവ് ആക്കി എടുത്ത് അതൊക്കെ രേണു പിന്നെ മനസ്സിലാക്കണം. പക്ഷെ പയ്യനെ ഇതിൽ വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ കണ്ടു ഇന്റർവ്യൂ. ഇത്രയും ചെറ്റ ചോദ്യം ചോദിക്കാൻ നാണമില്ലേ ആ സ്ത്രീക്ക്? ഇവളെ പിടിച്ച് ബോസ്കോ കേസിൽ എടുത്ത് അകത്താക്കണം. സുധിയുടെ ഭാര്യയായ അതുകൊണ്ട് ആ സ്ത്രീക്ക് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. ഒരു തരം നാട്ടിൻപുറത്തിലെ കൂട്ടം അടിയിരുന്ന് പരദൂഷണം പറയുന്ന പോലെ ഇപ്പൊ ഓരോ ഇന്റർവ്യൂസും. സുധിയുടെ ഭാര്യയായതുകൊണ്ട് ആ സുധി മരിച്ചതുകൊണ്ട് ഇനി രേണുവിന് കല്യാണം കഴിക്കാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ രേണു കല്യാണം കഴിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും അല്ല. രേണു കാണിക്കുന്ന കോപ്രായങ്ങളാണ്. എന്നാൽ ഈ പയ്യനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്ത അതിനേക്കാളും ചെറ്റത്തനമാണ്. ഗോഡ് ബ്ലസ് യു മോനെ. നാണമില്ലാത്ത ചാനൽ. ഒരു കുടുംബക്കലയ്ക്ക് കയ്യിൽ കൊടുക്കാനുള്ള ഓരോ ചോദ്യങ്ങളായിട്ട് ഇറങ്ങിയതായിരുന്നു. ബട്ട് കൊച്ചിന്റെ വായിൽ നിന്നോ ഒന്നും കിട്ടില്ല, ചമ്മിപ്പോയി. ആ കുട്ടിയുടെ ഇന്റർവ്യൂ എന്ന പേരിൽ ഓരോ കുനിഷ്ഠ ചോദ്യം ചോദിച്ച് എന്തെങ്കിലും നെഗറ്റീവ് കിട്ടുമോ എന്ന് അറിയാനായിട്ടാണ് ഇവളെ പോലെയുള്ളവർ മയക്കും പിടിച്ച് പിള്ളേരുടെ അടുത്ത് പോകുന്നത്. ആ കുട്ടിക്ക് അവന്റെ അമ്മ അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല, പിന്നെ നിനക്കൊക്കെ എന്തിന്റെ കേടാ മയക്കും പിടിച്ച് രാവിലെ ഇറങ്ങും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, എന്നിട്ട് അതും പിടിച്ച് വീണ്ടും ചാനലിന് റീച്ച് കൂട്ടുമല്ലോ. കുട്ടി ആ കുഞ്ഞിനെ എന്തിനാ ഇങ്ങനെ കഷ്ടം? നിങ്ങൾക്കൊക്കെ എന്താ കുഞ്ഞിനെ വെറുതെ വിട്ടൂടെ? അച്ഛൻ മരിച്ച കുഞ്ഞാണ്, അതിന് കുറച്ച് സമാധാനം കൊടുത്തൂടെ? മൊത്തം നെഗറ്റീവാ. ഈ ആങ്കറിനാണ് മൊത്തം പള്ളുകളെയും കിട്ടുന്നത്. കുറച്ചെങ്കിലും ബോധമുണ്ട്. സ്കൂളിന്റെ വരാന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളുമായിട്ട് എണീറ്റ് വരരുത്. ഒരു പയ്യന്റെ അടുത്ത് ചോദിക്കുന്നതാണ് അവന്റെ അമ്മയെ കുറിച്ചിട്ട്. നിന്റെ അമ്മ എക്സ്പോസീവായിട്ട് നടക്കുന്നത്, നിന്റെ അമ്മ ഇങ്ങനെ നടക്കുന്നത്, അങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ നെഗറ്റീവ് വരുന്നതിനൊക്കെ പറ്റിയിട്ട് നിന്റെ അഭിപ്രായം എന്താണ്? ഒരു പയ്യന്റെ അടുത്ത് ചോദിക്കുന്നത്. ഐശ്വര്യയുടെ അടുത്ത് വന്നിട്ട് ഐശ്വര്യയുടെ അമ്മയെ കുറിച്ചോ അച്ഛനെ കുറിച്ചോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഐശ്വര്യയുടെ റിപ്ലൈ? നല്ല സന്തോഷത്തായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. പൊന്നടാവ് എന്തുവാടാ ഇങ്ങനത്തെയൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ ഒരുമാതിരി അപരാധങ്ങളാണ് കാണിക്കുന്നത്. ഇത്രയും തരം താഴ്ന്നു പോകരുത് മനുഷ്യന്മാര്. ഇങ്ങനെ തരം താഴ്ന്നു കഴിഞ്ഞാൽ എവിടെ പോയി ഇടിച്ചിരിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. വളരെ മോശം പരിതാപകര അവസ്ഥയാണ് ഐശ്വര്യയുടെ. ഇങ്ങനെയാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. നല്ല അടിപൊളി ചോദ്യമാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള. റീച്ച് മുഖ്യമാണ്. എല്ലാവർക്കും വേണം റീച്ച്. എനിക്കും വേണം റീച്ച്, നിങ്ങൾക്കും വേണം റീച്ച്. പക്ഷെ ഒരു പയ്യനെ വിളിച്ചെടുത്തി അവന്റെ അമ്മയെ കുറിച്ചിട്ട് ചോദിക്കാൻ പാടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്ന് ഒന്ന് ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്ക്. ഇങ്ങനത്തെ അപരാധങ്ങൾ കാണിച്ചു കൂട്ടാൻ നിൽക്കരുത്. ഏതൊരു ഇന്റർവ്യൂ ആയാലും എന്ത് പരിപാടിയായാലും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യും. അതുപോലെ ഇന്റർവ്യൂ പോയി കാണണം കേട്ടോ, കണ്ടു നോക്കണം. എനിക്ക് കണ്ടപ്പോൾ എല്ലാം കൂടി വാരി എടുത്ത് അടിച്ചിട്ട് പോകാനാണ് തോന്നിയിട്ടുള്ളത്. അമ്മാതി സാധനമാണ് ഇന്റർവ്യൂവിൽ ചോദിച്ച് നിരത്തി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ അപരാധങ്ങൾ കാണിച്ച് കൂട്ടാൻ ഓരോന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യും. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.